വളരെ പ്രധാനപ്പെട്ട ഒരു ബ്രേക്കിംഗ് വാർത്ത ഇപ്പോൾ 24 നൽകുകയാണ്. വി.ഡി. സതീശനുമായുള്ള രമേശ് ചെന്നിത്തലയുടെ കൂടിക്കാഴ്ച അത് പൂർണ്ണ സമവായത്തിൽ എത്തിയിട്ടില്ല. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം രമേശ് ചെന്നിത്തലയ്ക്ക് ആഭ്യന്തര വകുപ്പ് ഉറപ്പ് നൽകി എന്നുള്ളതാണ്. അത് വി.ഡി. സതീശന് ആ ഉറപ്പ് നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. രമേശ് ചെന്നിത്തലയ്ക്ക് ആഭ്യന്തര വകുപ്പ് ഉറപ്പ് നൽകിയിരിക്കുന്നു. വി.ഡി. സതീശൻ അൻവർ സാദത്തിനെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തണം എന്ന കാര്യം അദ്ദേഹം ആവർത്തിക്കുന്നു. അത് ലീഗുമായി സംസാരിച്ച് തീരുമാനിക്കാമെന്നതാണ് വി.ഡി. സതീശൻ പറയുന്നത്. അപ്പോൾ ലീഗ് വഴങ്ങിയില്ല എന്നുണ്ടെങ്കിൽ 4-ൽ ഒരാളെ മന്ത്രിയാക്കണമെന്ന് രമേശ് ചെന്നിത്തല, അതായത് ഐ.സി. ബാലകൃഷ്ണൻ, ടി.ജെ. വിനോദ്, ജ്യോതികുമാർ ചാമക്കാല എന്നിവരിൽ ഒരാളെ മന്ത്രിയാക്കണം എന്ന് രമേശ് ചെന്നിത്തല ആവശ്യപ്പെടുകയാണ്. അപ്പോൾ അതിൽ അൻവർ സാദത്ത് കൂടിയുണ്ട്. ഇതിൽ ആരെങ്കിലും ഒരാളെ കൂടി മന്ത്രിയാക്കണം എന്നതിലേക്കൊരു വിട്ടുവീഴ്ച എന്ന തരത്തിലേക്ക് രമേശ് ചെന്നിത്തല വഴങ്ങുന്നു എന്നതിന്റെ സൂചനകൾ കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പക്ഷേ ആഭ്യന്തര വകുപ്പ് എന്നുള്ള ഉറപ്പ് അദ്ദേഹം ഇപ്പോൾ വാങ്ങിയിട്ടുണ്ട്. രമേശ് ചെന്നിത്തലയുടെ ആവശ്യം അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. രമേശ് ചെന്നിത്തലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങളിലൊന്ന് ആഭ്യന്തര വകുപ്പ് ലഭിക്കണം എന്നുള്ളതായിരുന്നു. അപ്പോൾ അത് നൽകാൻ മുൻ ആഭ്യന്തരമന്ത്രി കൂടിയാണ് രമേശ് ചെന്നിത്തല എന്നുള്ള കാര്യം കൂടി ഓർക്കണം. അപ്പോൾ അദ്ദേഹത്തിനേക്കാൾ ജൂനിയറായ ഒരു മുഖ്യമന്ത്രി വരുമ്പോൾ ആഭ്യന്തര വകുപ്പെങ്കിലും വേണമെന്നുള്ള ആവശ്യമാണ് രമേശ് ചെന്നിത്തല മുന്നോട്ട് വെച്ചത്. അതേസമയം തന്നെ രമേശ് ചെന്നിത്തലയുടെ പക്ഷത്ത് നിന്ന് MLA-മാരിൽ ആരെയെങ്കിലും ഒരാളെ മന്ത്രിയാക്കണം എന്നുള്ള ആവശ്യം കൂടി ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി ചേരുകയാണ്. ഷഫീദ്, അപ്പോൾ രമേശ് ചെന്നിത്തല മുന്നോട്ട് വെച്ച ആവശ്യം, അത് പ്രധാന ആവശ്യം വി.ഡി. സതീശൻ അംഗീകരിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റെന്തൊക്കെ ആവശ്യങ്ങൾ പരിഗണിച്ചിട്ടുണ്ട് ഇപ്പോൾ? ഇതുമായി ബന്ധപ്പെട്ട് അതായത് അല്പസമയം മുൻപ് രമേശ് ചെന്നിത്തലയുടെ വീട്ടിൽ നടന്നിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട നിർണായകമായിട്ടുള്ള രാഷ്ട്രീയ ചർച്ചയുടെ വിശദാംശങ്ങൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതിൽ ചെന്നിത്തലയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം അത് അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരം. ചെന്നിത്തലയ്ക്ക് ആഭ്യന്തര വകുപ്പ് വി.ഡി. സതീശൻ ഉറപ്പ് നൽകിയിട്ടുണ്ട്. ആ പഴയ ഹോം പോർട്ട്ഫോളിയോയിലേക്ക് ചെന്നിത്തല മടങ്ങിയെത്തിയേക്കാമെന്നുള്ള സൂചനകൾ അത് ഈ ഘട്ടത്തിൽ വരുന്നുണ്ട്. സൂചനയല്ല, ചർച്ചയിൽ തന്നെ ഇക്കാര്യത്തിൽ ആഭ്യന്തര വകുപ്പ് രമേശ് ചെന്നിത്തലയ്ക്ക് എന്നുള്ള കാര്യത്തിൽ വി.ഡി. സതീശൻ ഉറപ്പ് നൽകിയിട്ടുണ്ട്. മാത്രമല്ല, അൻവർ സാദത്തിനെ മന്ത്രിസഭയിൽ എടുക്കുന്ന കാര്യം അത് ഈ ചർച്ച നടക്കുന്ന സമയത്ത് ആവർത്തിച്ചു ചെന്നിത്തല. എന്നാൽ ലീഗുമായി സംസാരിച്ച് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാമെന്നുള്ളതായിരുന്നു വി.ഡി. സതീശന്റെ ഉറപ്പ്. ലീഗ് വഴങ്ങിയില്ലെങ്കിൽ 4-ൽ ഒരാളെ മന്ത്രിയാക്കണമെന്ന് ചെന്നിത്തല ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഐ.സി. ബാലകൃഷ്ണൻ, ടി.ജെ. വിനോദ്, ജ്യോതികുമാർ ചാമക്കാല എന്നിവരിൽ ഒരാളെ മന്ത്രിയാക്കണമെന്ന നിർദ്ദേശവും ഇപ്പോൾ ചെന്നിത്തല മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചർച്ചയിൽ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം പങ്കുവയ്ക്കാൻ കഴിയും. അതായത് സംസ്ഥാന ക്യാബിനറ്റിലേക്ക് രമേശ് ചെന്നിത്തല എത്താനുള്ള സാധ്യത അത് കൂടുകയാണ്. മാത്രമല്ല, അതിലേക്ക് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പോർട്ട്ഫോളിയോ തന്നെ, അദ്ദേഹത്തിന്റെ ഹോം പോർട്ട്ഫോളിയോ തന്നെ കൊടുക്കാനുള്ളൊരു നീക്കം അതിപ്പോൾ കോൺഗ്രസിൽ തീരുമാനമായിരിക്കുന്നു. ഇനി ബാക്കിയുള്ള കാര്യങ്ങളിൽ ഏത് വിധത്തിൽ തീരുമാനമെടുക്കുമെന്നുള്ളത് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ തീരുമാനിക്കും. ഷഫീദ്, ഇപ്പോൾ ആഭ്യന്തരമന്ത്രി എന്നുള്ള രീതിയിലേക്ക് ആ പദവി ഒപ്പമുള്ള ഒരാൾക്ക് മന്ത്രിസ്ഥാനം എന്നതിലേക്ക് രമേശ് ചെന്നിത്തല വഴങ്ങുകയാണോ? ഇക്കാര്യത്തിൽ വഴങ്ങലെന്ന് പറയാൻ കഴിയില്ല. കാരണം ചെന്നിത്തല മുന്നോട്ട് വെച്ചത് തനിക്കൊപ്പമുള്ള ആളുകളെ അക്കോമഡേറ്റ് ചെയ്യണം, അതിൽ കൃത്യമായി തന്നെ ആളുകളെ അക്കോമഡേറ്റ് ചെയ്യണം. ഇപ്പോൾ ചില നീക്കങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. നേതാക്കൾ രമേശ് ചെന്നിത്തലയുടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന കാഴ്ചയടക്കം നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. അനുജ, ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ 3 പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ അത് ചെന്നിത്തല മുന്നോട്ട് വെച്ചിരുന്നു. അതിൽ വളരെ പ്രധാനപ്പെട്ട ആവശ്യം അത് അംഗീകരിച്ചു എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.